മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു റൈഡ് ഔട്ട്. ബജാജിന്റെ CNG ബൈക്ക് ഇതാ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബജാജിന്റെ CNG ബൈക്ക് ഇറങ്ങുകയായിരുന്നു, അതിന്റെ ടെസ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവസാനം ഇന്ന് ജൂലൈ 5, 2024 അത് സംഭവിച്ചിരിക്കുകയാണ്. ബജാജിന്റെ ഫ്രീഡം എന്ന് പറഞ്ഞ CNG ബൈക്ക് ഇതാ വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഫ്രീഡം NG04 എന്നാണ് ആ ഒരു ബൈക്കിന്റെ പേര്. ഈ ഒരു ബൈക്ക് 3 വേരിയന്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് LED ഡിസ്ക്, LED ഡ്രം ആൻഡ് ഡ്രം, അങ്ങനെ 3 കാറ്റഗറിയിൽ അല്ലെങ്കിൽ 3 വേരിയന്റിലാണ് ഈ ഒരു ബൈക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ വില വന്നിരിക്കുന്നത് 95,000 to 1,10,000 ആണ് ഇതിൻ്റെ 3 റേഞ്ച് വന്നിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ സ്പെക്ക് പറയുന്ന മുമ്പ് ഇതിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കണ്ടു കളഞ്ഞേക്കാം. അപ്പോൾ ഒരു CNG ബൈക്ക് ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ CNG സിലിണ്ടർ എവിടെയായിരിക്കും എന്നായിരിക്കും ആദ്യത്തെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അത് മറ്റെങ്ങുമല്ല, സീറ്റിന് നേരെ താഴെ തന്നെയാണ് അതിൻ്റെ സിലിണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഡൗട്ട് തോന്നുന്നു, എൻ്റെ ദൈവമേ അതിൻ്റെ മുകളിലാണോ അതിൻ്റെ കയറിയിരിക്കുന്നത്? ഒരു ഭയവും വേണ്ട, 11 സേഫ്റ്റി ടെസ്റ്റ് പാസ്സാക്കിയിട്ടാണ് ഈ ഒരു ബൈക്ക് നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കാണുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് വിഷനാണ്. ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് CNGയുടെ ടാങ്കും അതിൻ്റെ കണക്ഷനും. ബാക്കി ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള പെട്രോൾ ടാങ്കാണ് വന്നിരിക്കുന്നത്. സെയിം നമ്മുടെ കാർ പോലെ തന്നെ ജസ്റ്റ് ഓൺ ആക്കാൻ വേണ്ടി പെട്രോൾ സഹായിക്കും. അതിനുശേഷം നമുക്ക് സ്വിച്ച് ചെയ്ത് മാറ്റാം. ആ രീതിയിലായിരിക്കും ഈ ഒരു ബൈക്കും വന്നിരിക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് ഏകദേശം വന്നിരിക്കുന്നത് 330 കിലോമീറ്ററാണ്. അതായത് CNG പെട്രോളോട് കൂടി മിക്സ് ചെയ്ത് 330 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 2 ലിറ്റർ പെട്രോൾ ടാങ്കും ബാക്കി CNG ഉൾപ്പെടെ ഏകദേശം 330 കിലോമീറ്റർ. അതായത് ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്ക് പറഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ 125cc എൻജിനാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. 9.4 bhp പവറും 9.7 Nm ടോർക്കുമാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു CNG കാർ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ പെട്രോളിൻ്റെ ആ ഒരു പൈസ ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ CNG കാർ എടുക്കുന്നത്. അപ്പോൾ അതൊരു ഈ ഒരു ബൈക്കിന് 5 വർഷം കൊണ്ട് 75,000 രൂപ നമുക്ക് പെട്രോളിൽ നമുക്ക് ലാഭിക്കാൻ സാധിക്കും എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതൊരു മഹത്തായ കാര്യം തന്നെയാണ്. 5 വർഷം കൊണ്ട് 75,000 രൂപ നമ്മൾ ഫ്യൂവൽ കത്തിച്ച് കളയാതെ സേവ് ചെയ്യുമെന്ന് വെച്ചാൽ അതൊരു സംഭവം തന്നെയാണ്, അതൊരു വിപ്ലവം തന്നെയാണ് ബൈക്കുകളിൽ. ഇനി എടുത്തു പറയേണ്ട ഈ ഒരു ബൈക്കിന് സേഫ്റ്റി ടെസ്റ്റാണ്. 11 സേഫ്റ്റി ടെസ്റ്റ് പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റിന് ശേഷമാണ് ഈ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്യുന്നത്. അതേതാണെന്നൊക്കെ നമുക്ക് നോക്കാം. 11 കൊളീഷൻ ടെസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി പല വ്യത്യസ്ത രീതിയിൽ വണ്ടി ഇടിച്ച് നോക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ആർക്കാണില്ല വണ്ടി ഇടിപ്പിച്ച് നോക്കുന്ന സെയിം ടെസ്റ്റാണ് ബൈക്കുകളിലും വരുന്നത്. അപ്പോൾ അതുപോലത്തെ 11 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ 2 ടെസ്റ്റ് അവർ വിഷ്വൽസും കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടക്കാം. അതിൽ മെയിനായിട്ട് വരുന്നത് ഫ്രണ്ട് കൊളീഷൻ ടെസ്റ്റാണ്. അപ്പോൾ വണ്ടി നേരെ പോയി ഫ്രണ്ടിൽ പോയി ചെന്ന് ഇടിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ ഒരു ടെസ്റ്റ് അവരൊരു വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ CNG ടാങ്കിന് യാതൊരു അനക്കവും ഇല്ല, പ്രത്യേകിച്ച് ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല. CNG പ്രഷറിന് യാതൊരു ചേഞ്ചസും സംഭവിച്ചിട്ടില്ല. അവിടെ എനിക്ക് ആക്ച്വലി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ബൈക്കിൻ്റെ ഫ്രെയിമില്ല, ആ ഫ്രെയിമിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ടാങ്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആ ഒരു ടാങ്ക്, അത് CNG ടാങ്ക് ഒരിക്കലും അനങ്ങത്തില്ല. അതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബജാജിൻ്റെ ആ ഒരു ഫ്രെയിമിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടിലായിട്ട് ഇങ്ങനെ CNG കൊടുക്കാതെ ആ ഒരു ഫ്രെയിം, ലൈക്ക് ഒരു പെരിമീറ്റർ ഫ്രെയിം എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഫ്രെയിമിൻ്റെ അകത്താണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 100% സേഫ്റ്റി ആയിട്ടാണ് ആ ഒരു ഫ്രെയിമിൽ ആ ഒരു ടാങ്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നടത്തിയൊരു ടെസ്റ്റാണ് ആ ഒരു ട്രക്ക് അതിൻ്റെ മുകളിൽ കൂടി കയറ്റി ഒരു ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും സെയിം റിസൾട്ട് തന്നെയാണ് സാധിച്ചത്. പ്രത്യേകിച്ച് ആ ഒരു ടാങ്കിന് പ്രത്യേകിച്ച് പൊസിഷനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ലീക്കേജോ പ്രഷറോ അല്ലെങ്കിൽ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ CNG നമ്മൾ കാറുകൾ കാണുന്ന ടെസ്റ്റൊക്കെ ഇതിൽ അവർ ചെയ്തിട്ടുണ്ട്. CNG വാൽവ് ടെസ്റ്റ്, സ്റ്റങ് ടെസ്റ്റ്, പുൾ ഔട്ട് ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാറിൽ കാണുന്നതാണ്. ആ സെയിം ടെസ്റ്റൊക്കെ ഈ ഒരു ബൈക്കിലും പാസ്സായിട്ടുണ്ട്. ഇനി വളരെ എടുത്ത് പറയുന്നത് 125cc സെഗ്മെൻറ്റിൽ ഏറ്റവും വളരെ ലോങ്ങസ്റ്റ് സീറ്റ് ഈ ഒരു ബൈക്കിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 10 സ്പോക്ക് അലോ വീൽസാണ്, അത്യാവശ്യം ലുക്ക് തരുന്ന അലോ വീൽസ് ഈ ഒരു ബൈക്കിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക്കാണ്, ബാക്ക് ഡ്രമാണ്. കൂടാതെ നെഗറ്റീവ് LED ക്ലസ്റ്ററാണ്, പ്ലസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. മറ്റേ ഈ ബൈക്കിന് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ബുക്കിംഗ് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങൾക്ക് ഉടനെ തന്നെ കാണും. പക്ഷേ CNG സ്റ്റേഷൻ എത്രമാത്രം ഉള്ള ആ ഒരു സ്ഥലത്തോട്ടായിരിക്കും കൂടുതൽ, ലൈക്ക് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ആയിരിക്കും കൂടുതലും ഈ ഒരു ബൈക്കിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹി ആയാലും UP ആയാലും ഹരിയാന, ഈവൻ ഗുജറാത്ത്, ബാക്കി
നോർത്തിലായിരിക്കും കൂടുതലും നമ്മൾ CNG യൂസ് വരുന്നത്, അല്ലെങ്കിൽ CNG സ്റ്റേഷൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും അവർ സെയിൽ പോകുന്നത് അവിടെ ആയിരിക്കും. നമ്മുടെയൊക്കെ കേരളത്തിലോട്ട് വന്നാൽ അത്രമാത്രം CNGs ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും, വന്നാൽ തന്നെ കുറച്ച് ഡിലേ ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ. അതൊക്കെ നമുക്കൊക്കെ കണ്ടറിയാം. ഒരുപക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം. എനിവേ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ മറ്റേ ഈ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായി ഉടനെ വരാം. ലെറ്റ്സ് ഗോ വിത്ത് യുവർ ഡ്രീംസ്.